വിചാരിക്കണ്ടാവട്ടെ ഞാൻ എന്ത് ഈ അടുക്കള പുറത്തിരിക്കണേ. ഞങ്ങൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ചക്കപ്പഴം കഴിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ ചക്ക തന്നെയാണ്. അപ്പൊ നേരെ വീട്ടിലോട്ട് പോവാം. അപ്പൊ നമുക്കിന്ന് നല്ല മധുരമുള്ള തേൻ വരിക്ക ചക്കപ്പഴം കഴിച്ചാലോ? ഞങ്ങളെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്ലാവയില് ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് ഇട്ടു കേട്ടോ. അപ്പൊ ഇട്ട് കഴിഞ്ഞപ്പോഴുണ്ട് അത് പുളി വെച്ച് തുടങ്ങി. അപ്പൊ പിന്നെ പുഴുക്കുണ്ടാക്കി കഴിഞ്ഞാൽ മധുരിക്കൂലേ. അപ്പൊ അമ്മായി പറഞ്ഞു നമുക്കത് പഴുപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴുണ്ട് അത് സ്മെല്ല് വന്നു തുടങ്ങി. സ്മെല്ല് വന്നു തുടങ്ങി കഴിഞ്ഞപ്പോ ഇവര് രാവിലെ ഗ്രൂമിങ്ങിന് പോയിരിക്കായിരുന്നു. ഹെഡ്സൈറ്റിനും കുക്കും കൂടി ഗ്രൂമിങ്ങിന് പോയിരിക്കായിരുന്നു. അപ്പൊ അവര് വരുമ്പോഴത്തേക്കും അത് വെട്ടി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അവര് വന്ന വഴി അച്ഛനും മോളും എന്റെ ഇടവും വല്ല ഇരിക്കുന്നത്. ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ട് ഹരിച്ചേട്ടൻ അങ്ങ് മാറി. ഒരാളെ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ചക്കപ്പഴം കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ചക്കപ്പഴം തന്ന പ്ലാവ് കാണണ്ടേ? നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക ഹരിച്ചേട്ടൻ എല്ലാവർക്കും നമ്മുടെ പ്ലാവ്. ഭദ്രക്കുട്ടിയുടെ അമ്മ പറഞ്ഞ പ്ലാവ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ബഡ് പ്ലാവ്. തേൻ വരിക്കയാണേ. കണ്ടോളൂ. കാണാൻ പറ്റുന്നുണ്ടോ? നല്ല വെയിലാണ്. ഇനിയിപ്പോൾ ഒരു 2-3 ചക്ക ബാലൻസ് ഉള്ളൂ. കണ്ടോ, 2 എണ്ണം നിൽക്കുന്നുണ്ട്. പഴുത്ത് തീരാറായി. കുറേ ഉണ്ടായിരുന്നു, അത് എല്ലാവർക്കും കൊടുത്തു. ഇനി കുറച്ചുള്ളത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഇന്നത്തെ വിശേഷം. കഴിഞ്ഞ തവണ ഒരു ചക്ക പഴുത്ത് ചാടിയിട്ടും അത് വേറെ മോശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഇതും ഉണ്ടായിരുന്നില്ല. പഴുത്ത് ഞെട്ടറ്റ് വീണു കഴിഞ്ഞപ്പോൾ അമ്മായി പറഞ്ഞു നമുക്കത് ചക്കയുടെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ആ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല. ഞങ്ങളന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാ. പക്ഷെ അന്ന് ഞങ്ങള് ചക്കയുടെ ഉണ്ടാക്കുന്നത് എടനയുടെ ഇലയില്, ചിലയിടത്ത് വട്ടയിലയിൽ ഉണ്ടാക്കും, ചിലയിടത്ത് വാഴയിലയിൽ ഉണ്ടാക്കും. അപ്പൊ ഞങ്ങളിവിടെ ചക്കയുടെ ഉണ്ടാക്കുന്നത് എടനയുടെ ഇലയിലാണേ. അപ്പൊ ഞങ്ങൾ എടനയുടെ ഇല എടുക്കാൻ പോണതും ചക്കയുടെ ഉണ്ടാക്കണതൊക്കെ അമ്മായിയും പറഞ്ഞു. ഇപ്പൊ അമ്മായിക്കും ഇഷ്ടമായി തുടങ്ങിട്ടോ വീഡിയോ ഒക്കെ ഇടണത്. അപ്പൊ എടനയുടെ ഇല എടുക്കാൻ പോണത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴുണ്ട് അന്ന് ഭയങ്കര മഴയായിരുന്നു. അപ്പൊ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ സാരല്ല, ചക്ക വരട്ടിയത് കുറച്ചുകൂടി ഇരിപ്പുണ്ട്. അപ്പൊ ചക്കയുടെ ഉണ്ടാക്കുന്ന വീഡിയോയില് അമ്മായി കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ അമ്മായി ഇതേ ചക്ക പൊളിച്ച് തന്നിട്ട് അമ്മായി നേരെ കുളിക്കാൻ പോയി. ഇന്നത്തെ വീഡിയോയിൽ അമ്മായി കുളിക്കുന്നതിന് മുന്നേ അമ്മായി ഇങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പൊ ഈ വീഡിയോയിൽ അമ്മായിയെ കാണിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അമ്മായി കുളിക്കാൻ പോയി. ഞങ്ങൾ ഇവിടെ ചക്കപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ ഇത് വിട്ടുപോയിട്ടോ. അപ്പൊ അങ്ങനെ ആ ചക്ക പഴുത്ത് ചാടി കഴിഞ്ഞപ്പം നല്ല മധുരമായിരുന്നു. അപ്പൊ ഞങ്ങളത് വരട്ടി ചക്കയട ഉണ്ടാക്കി. ഇനി വരട്ടി കുറച്ചുകൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ചക്കയട ഉണ്ടാക്കുമ്പോ ആ വീഡിയോ എല്ലാവർക്കും കാണിച്ചു തരാവേ. നല്ല തേൻ വരിക്ക ചക്കപ്പഴാണ് നമ്മുടെ. ഇതിങ്ങനെ പൊളിക്കുമ്പോ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാട്ടോ. ഇതിങ്ങനെ തേൻ പോലെ ചാടും. പക്ഷെ ഇതങ്ങ് ശരിക്കും പഴുത്തിട്ടില്ല. കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ പഴുത്ത് അത് നമ്മൾ വരട്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാട്ടോ ചക്കയുടെ ഉണ്ടാക്കണത് എങ്ങനെയാന്ന്. ഇതിങ്ങനെ പൊളിക്കുമ്പോ ഇതിന്ന് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പൊളിച്ചപ്പോ അതിന്ന് തേൻ ഇങ്ങനെ കണ്ട തേൻ ഇങ്ങനെ ചാടുമായിരുന്നു. പക്ഷെ ഇത് അത്രയും പഴുക്കാത്ത കണ്ടോ കാണുന്നുണ്ടോ എല്ലാവരും? കണ്ടോ അത്രയ്ക്ക് മധുരം കേട്ടോ ഇതിന്. കുക്കുന് ഭയങ്കര ഇഷ്ടാട്ടോ ചക്കപ്പഴം. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ പൊളിക്കുമ്പോ ഇതിന്ന് ഇങ്ങനെ തേൻ പോലെ വെള്ളം. പക്ഷെ ഇത് അത്രയ്ക്ക് അങ്ങ് പഴുത്തിട്ടില്ല, അതാട്ടോ അങ്ങനെ ചാടാത്തത്. മറ്റേത് ഇങ്ങനെ തേൻ പോലെ വെള്ളം ചാടുമായിരുന്നു. നല്ല മധുരമായിരുന്നു. ഇത് കണ്ടോ. അപ്പൊ അത് ചക്കയുടെ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും കാണിച്ചു തരാവേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ ചക്ക വെട്ടിയതൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. ചക്കപ്പഴം തിന്നണ ഒരു കൊച്ചു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ചക്കപ്പഴത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ